നമസ്കാരം. അന്യോന്യത്തിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഇന്നുള്ളത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി സഖാവ് MB ഫൈസൽ. നമസ്കാരം. മലപ്പുറത്ത് മത്സരിക്കുവാൻ വേണ്ടി, അതും കേരളത്തിലെ പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടിയോട് മത്സരിക്കാൻ വേണ്ടി താങ്കളുടെ മുന്നണി താങ്കളെ യുവാവ് എന്ന പ്രാതിനിധ്യം കൂടി മുൻനിർത്തിക്കൊണ്ട് നിയോഗിച്ചിരിക്കുന്നു. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. സ്ഥാനാർത്ഥിയായി എന്ന് കേട്ടപ്പോൾ എന്തു തോന്നി? സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ അപ്രതീക്ഷിതമായിരുന്നു. എങ്കിൽ കൂടി പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഏൽപ്പിച്ച ഉത്തരവാദിത്വം വലിയ ഉത്തരവാദിത്വബോധത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യമായിട്ട് തോന്നിയത്. ആദ്യത്തെ കാര്യം, മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലാണ് മത്സരം എന്നാണ്. ഇത് പ്രത്യേകിച്ച് പുനഃസംഘടനയ്ക്ക് ശേഷം UDFൻ്റെ വളരെ ബലമുള്ള ഒരു മണ്ഡലമാണ് എന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. ഒപ്പം തന്നെ ലീഗ് അവരുടെ തട്ടകമായിട്ടോ കോട്ടയായിട്ടോ ഒക്കെ കരുതുന്ന ഒരു പ്രദേശവുമാണിത്. ഇതൊരു വെല്ലുവിളിയായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അത്തരം ഒരു പശ്ചാത്തലം ഒരു വെല്ലുവിളിയായിട്ട് നോക്കിക്കാണണമെന്നല്ല ആലോചിച്ചിട്ടുള്ളത്. ഈ കാലത്ത്, ഈ സാഹചര്യത്തിൽ, ഈ കാലത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കുവാനാകുമോ എന്നതാണ് ഞങ്ങളുടെ മുന്നിലുള്ള ഒരു ടാർഗറ്റ്. അതുമാത്രമാണ് ഞങ്ങൾ മുന്നിൽ ലക്ഷ്യം വെക്കുന്നത്. ഫൈസൽ ചെറുപ്പമാണെങ്കിലും ഫൈസലിലെ രാഷ്ട്രീയക്കാരന് ചെറുപ്പമല്ല. കൊച്ചുനാളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ പ്രവർത്തിച്ച ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഈ കാലത്തിൻ്റെ പ്രത്യേകത മുൻനിർത്തിക്കൊണ്ട് ഇവിടെ മത്സരിക്കും എന്ന് പറഞ്ഞു. ഈ കാലത്തിൻ്റെ താങ്കൾ കാണുന്ന, താങ്കൾക്ക് അനുകൂലമായ, മലപ്പുറത്ത് താങ്കൾക്ക് അനുകൂലമായ ആ പ്രത്യേകതകൾ എന്താണ്? മലപ്പുറത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചാൽ സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെയും അതുപോലെ തന്നെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെയും എല്ലാം വലിയൊരു കേന്ദ്രമാണ് മലപ്പുറം ജില്ല. തീർച്ചയായിട്ടും ഇത്തരം ഒരു പൊതുവിൽ നമ്മുടെ നാടിനെ പണയപ്പെടുത്താൻ ശ്രമിക്കുന്ന കേന്ദ്രഭരണാധികാരികൾക്കെതിരായിട്ടുള്ളൊരു വികാരം പൊതുവിൽ മലപ്പുറത്ത് പ്രത്യേകിച്ച് ഉണ്ടാകും. നേരത്തെ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ പശ്ചാത്തലമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു രാഷ്ട്രീയം വളരെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു രാഷ്ട്രീയമാണ്. നാടിനെ വിറ്റുതുലയ്ക്കാനും പണയപ്പെടുത്താനും കോർപ്പറേറ്റ് വൽക്കരിക്കാനുള്ള ഒരു ശ്രമം ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ രണ്ടാമത് ചൂണ്ടിക്കാണിച്ചതുപോലെ മലപ്പുറത്തിൻ്റെ ഒരു മതനിരപേക്ഷ പാരമ്പര്യമുണ്ട്. അത് ചരിത്രപരമായ ഒരു പ്രാധാന്യത്തോടെ നോക്കിക്കാണാൻ വേണ്ടി കഴിയും. പൊതുവിൽ ഇന്ത്യയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തിന് വല്ലാതെ മുറിവേൽക്കുന്നൊരു കാലം. അതിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇടപെടുന്നത്, അല്ലെങ്കിൽ അതിനെല്ലാം നല്ല രൂപത്തിൽ പോസിറ്റീവായി അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളത് പൊതുസമൂഹമാകെ തിരിച്ചറിയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു നിലപാടിനുള്ള അംഗീകാരം ഈ മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ 100% വിശ്വസിക്കുന്നത്. ഫൈസൽ സ്ഥാനാർത്ഥിയായതിനു ശേഷം മണിക്കൂറുകളായിട്ടേ ഉള്ളൂ. ഇപ്പോഴിതാ നോമിനേഷനും കൊടുത്തു കഴിഞ്ഞു. എങ്കിലും ആദ്യത്തെ പ്രതികരണങ്ങളൊക്കെ എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്ത് പറയുന്നു ആളുകളെല്ലാം ഇത് അറിഞ്ഞിട്ട്? ഞങ്ങൾ 2 ദിവസം മുമ്പാണല്ലോ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചത്. ഒട്ടും മടിച്ചു നിൽക്കാതെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയാക്കുന്നതിന് വേണ്ടി പ്രവർത്തന രംഗത്ത് ഇറങ്ങുക തന്നെയാണ് ചെയ്തത്. അത് ഇപ്പോൾ ഏകദേശം 5 നിയമസഭാ മണ്ഡലങ്ങളിലെ ആദ്യ റൗണ്ട് പര്യടനം പൂർത്തിയാക്കി. പ്രധാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും കാണാനും അതുപോലെ തന്നെ പ്രധാന വ്യക്തികളെ കാണാനും കവലകളിൽ സാധാരണ മനുഷ്യരെ കാണാനും ഒക്കെയാണ് ഈ ഒരു സമയം ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. അത് 5 മണ്ഡലങ്ങൾ ഏറെക്കുറെ ഇന്നത്തോടുകൂടി പൂർത്തിയാകും. നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണം, വല്ലാത്തൊരു അടുപ്പം ജനങ്ങൾ കാണിക്കുന്നുണ്ട്, നല്ല ഇഷ്ടം കാണിക്കുന്നുണ്ട്, നല്ല സ്നേഹം തോന്നുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഇതൊക്കെ വോട്ടായി മാറുമോ? നല്ലൊരു ചെറുപ്പക്കാരൻ, കണ്ടിട്ട് തിരക്കിടില്ല എന്നുള്ള മട്ടിൽ സ്നേഹത്തോടെയും ആളുകൾ പെരുമാറി എന്ന് വരും. വോട്ടൊക്കെ കുറേ രാഷ്ട്രീയം അനുസരിച്ച് പോകും. ഇതൊക്കെ വോട്ടായി മാറും എന്നൊരു പ്രതീക്ഷ ഉണ്ടോ? തീർച്ചയായിട്ടും അത് ആളുകളുടെ ഒരു മുഖത്തെ പ്രതികരണം വളരെ പോസിറ്റീവാണ്. അത് നമുക്കറിയാലോ, തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ശരി തലകുലുക്കുന്നവരുടെ എല്ലാം വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉണ്ടാവില്ല. എങ്കിൽ കൂടി ഞാൻ വിശ്വസിക്കുന്നത് അതിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും വളരെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും തന്നെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് അന്തിമമായിട്ടും ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. വിവിധ രാഷ്ട്രീയ ചേരികൾ അവരുടെ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് മത്സരിക്കുന്നു, ഏറ്റുമുട്ടുന്നു.
അങ്ങനെ ജനപിന്തുണ നേടുന്നു. അതുകൊണ്ടൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. എന്നാലും തെരഞ്ഞെടുപ്പിൽ വേറെ ഒരുപാട് ഘടകങ്ങൾ പ്രവർത്തിക്കും എന്ന് നമുക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. മുഖം, സ്ഥാനാർത്ഥി ആരാണ് എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, താങ്കളുടെ എതിരാളി, പ്രധാനപ്പെട്ട എതിരാളി എന്ന് തന്നെ പറയട്ടെ, PK കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലെ അതികായനായൊരു നേതാവാണ്. വളരെ വർഷങ്ങൾ ജനപ്രതിനിധിയായിട്ടിരുന്ന്, മന്ത്രിയായിട്ടിരുന്ന്, ഒരു ചേരിയെ തന്നെ, പ്രതിപക്ഷ ചേരിയെ തന്നെ നയിക്കുന്ന ഒരു ഉപനേതാവ് കൂടിയാണ് ഇപ്പോഴദ്ദേഹം. അദ്ദേഹത്തോട് മത്സരിക്കാൻ നിയുക്തനായ താങ്കൾ ഇവിടുത്തെ ഈ ജില്ലയിലെ, മലപ്പുറം ജില്ലയിലെ DYFIയുടെ ജില്ലാ പ്രസിഡന്റാണ് എന്ന് ഞങ്ങൾക്കറിയാം. താങ്കളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. SFI പ്രവർത്തകനായാണ് പൊതുജീവിതത്തിലേക്ക് വരുന്നത്. പക്ഷെ ഞാൻ കേട്ടു താങ്കളുടെ കുടുംബം ഒക്കെ, കുടുംബപരമായി എല്ലാവരും അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ എന്നൊന്നും പറയാനില്ല, അവിടുത്തെ ആദ്യ തലമുറ കമ്മ്യൂണിസ്റ്റുകാർ താങ്കളും ചേട്ടനും ആണ് എന്ന് കേട്ടു. എങ്ങനെയാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായി മാറിയത്? ഞങ്ങൾ നാട്ടിൽ ഞങ്ങളുടെ കുടുംബം ഉണ്ടായിരുന്നത് വട്ടംകുളം എന്ന് പറയുന്ന വട്ടംകുളം പഞ്ചായത്തിനകത്താണ്. അപ്പോൾ അവിടെ ഉമ്മാൻ്റെ വീടുമായി ബന്ധപ്പെട്ടാണ്, ഉപ്പ പ്രവാസിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഉമ്മയുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ തുടക്കകാലമൊക്കെ ഉണ്ട്. ബാല്യകാലം മുഴുവൻ അവിടെയായിരുന്നു. അപ്പോൾ അതിൽ അമ്മാവന്മാരും ഉമ്മയുടെ വീട്ടുകാരും എല്ലാം പൂർണ്ണമായിട്ടും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും ആശയമുള്ളവരുമാണ്. അങ്ങനെയാണ്. ഉപ്പയുടെ കുടുംബത്തിൽ ഉപ്പാൻ്റെ ഉപ്പ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം ഉണ്ടെങ്കിൽ കൂടി ബാക്കി എല്ലാവരും മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ടുള്ള വലിയ ആധിപത്യമുള്ള ആളുകൾ അതെ ആയിരുന്നു. ഇപ്പോൾ അതിലൊക്കെ കുറേ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു താമസം എന്നുള്ളതുകൊണ്ട് അമ്മാവന്മാരെല്ലാം ഇതായിരുന്നു. പിന്നെ ജ്യേഷ്ഠൻ SFIയുടെ പ്രവർത്തകനായിട്ടാണ് തുടക്കം. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ. ജ്യേഷ്ഠൻ അവിടെ CPMൻ്റെ ഏരിയ മറ്റു സെൻട്രൽ അംഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അത് വളാഞ്ചേരി MES കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ കാലത്ത്, അതിന് മുമ്പ് ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്തും SFIയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ജ്യേഷ്ഠൻ ഈ രംഗത്ത് ആദ്യമേ ഉണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് എൻ്റെ. ജ്യേഷ്ഠനെ കുറിച്ച് അത്ര പറഞ്ഞാൽ മതിയോ? ജ്യേഷ്ഠൻ വളരെ വിജയിച്ചൊരു പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്ന് കേൾക്കുന്നു. ഇപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹം ആ പ്രദേശത്ത് വളരെ ജനകീയനായൊരു നേതാവാണ് എന്നും കേട്ടു. ജ്യേഷ്ഠനെ കുറിച്ച്, ജ്യേഷ്ഠൻ ഒരു മാതൃകയാണോ താങ്കൾക്ക്? എങ്ങനെയാണ് ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്ന് താങ്കൾ പഠിച്ച രാഷ്ട്രീയ പാഠങ്ങൾ, ജനനേതാവ് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ മാതൃകാ പാഠം അതെന്താണ്? രാഷ്ട്രീയ പ്രവർത്തനം ഡെഡിക്കേറ്റഡ് ആവണം എന്നുള്ളത് തന്നെയാണ് ജ്യേഷ്ഠൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു പാഠം എന്ന് പറയുന്നത്. വളരെ ആത്മസമർപ്പിതമായ പൊതുപ്രവർത്തനം നടത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ജ്യേഷ്ഠൻ്റെ ഒരു പ്രവർത്തന രീതി അങ്ങനെയാണ്. അതിൻ്റെ ഒരു 100% എത്തുന്നില്ലെങ്കിൽ കൂടി നമ്മൾ ജ്യേഷ്ഠൻ്റെ ഒരു പ്രത്യേകത, പ്രദേശത്ത് ആ പഞ്ചായത്ത് പരിധിയിൽ ഏരിയ തലത്തിൽ ഒതുങ്ങി അവിടുത്തെ എല്ലാ ജനങ്ങളുമായിട്ട് ഏറ്റവും നല്ല ബന്ധം സൂക്ഷിച്ച് ആ നിലക്കുള്ള ഒരു പ്രവർത്തനമാണ്. ഞാൻ തുടക്കം മുതൽ SFI കാലം മുതൽ തന്നെ അതിൻ്റെ ഒരു ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ നാട്ടിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതിലും ഉള്ളൊരു കുറവുണ്ടായിട്ടുണ്ട്. എന്നാലും അടുത്ത ബന്ധുക്കളിൽ നിന്നോ ഒക്കെ, ഉമ്മയുടെ വീട്ടിൽ ചിലർ കമ്മ്യൂണിസ്റ്റുകാരായി ഉണ്ട് എന്ന് പറഞ്ഞു. ഉപ്പയുടെ വീട്ടിൽ പലരും ലീഗുകാരോ കോൺഗ്രസ്സുകാരോ ആയിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടേതുപോലുള്ള ഈ പ്രദേശത്തൊക്കെ, പ്രത്യേകിച്ച് താങ്കളുടേതുപോലുള്ള ഒരു സമുദായത്തിൽ നിന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകുമ്പോൾ വരാവുന്ന ആദ്യത്തെ എടാ അവരുടെ ഒന്നും കൂടെ പോവല്ലേ, അത് പടച്ചോനും പള്ളിയില്ലാത്ത ആൾക്കാരാണ് എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അനുഭവങ്ങൾ? അല്ല, അങ്ങനെ ഒരു തീവ്രമായ ഒരു പ്രശ്നം, പ്രതിസന്ധി അങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല. ഞങ്ങളുടെ ഒരു പ്രദേശം പൊതുവിൽ ഞങ്ങളുടെ ഒരു വട്ടവളം പഞ്ചായത്ത് ഒരു പാരമ്പര്യമായ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള ഒരു പഞ്ചായത്താണ്. അതെ, തുടർച്ചയായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് വലിയ മേൽക്കൈകളുള്ള ഒരു പഞ്ചായത്താണ്. അതിൻ്റെയൊക്കെ ഒരു ഇത് നാട്ടിൽ ഉണ്ട്. ഇപ്പോഴൊന്നും അങ്ങനെ പറയില്ലായിരിക്കും. എങ്കിലും ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ദൈവനിഷേധികളാണ്, അങ്ങനെ ഒരു പ്രചാരണമൊക്കെ ഉണ്ടാവുമോ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച്? അങ്ങനെയും പറയുന്ന ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ അവരോട് എന്താണ് മറുപടി? തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കുന്നത് മതനിഷേധികളാണ്, മതവിരുദ്ധരാണ് എന്നെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടാണല്ലോ. അത് വളരെ മുമ്പ് തുടങ്ങുന്നത്. അത്തരം പ്രചാരണം തീർച്ചയായിട്ടും ഒരു വ്യാജമായ ഒരു പ്രചാരണം തന്നെയാണ്. ഒരു ഘട്ടത്തിലും ഒരുപക്ഷെ തങ്ങളുടെ രാഷ്ട്രീയത്തിന് അനുകൂലമായ ആളുകളെ കൂട്ടുന്നതിന് വേണ്ടി മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണത്. യഥാർത്ഥത്തിൽ മതനിരപേക്ഷതയുടെ പക്ഷത്താണ്. എല്ലാ മതവിശ്വാസികളെയും അംഗീകരിക്കാനും അവരെ സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ വിശ്വാസികളെയെല്ലാം ഇതിനകത്ത് ഒന്നിച്ചു കൂട്ടാനും എല്ലാ വിഭാഗം ആളുകളെയും
ഒന്നിച്ചു കൂട്ടാനും കഴിയുന്ന ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെയാണ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ അകത്തും നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. SFIയിലൂടെയാണ് താങ്കൾ പൊതുപ്രവർത്തകനായി മാറിയത്, ജനസേവകനായത് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് SFIയിൽ എത്തിപ്പെട്ടത്? MES കോളേജിൽ വെച്ചാണോ അത് സംഭവിച്ചത്? അല്ല, MES കോളേജിലല്ല. ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പാലക്കാട് ജില്ലയിൽ കുമരനെല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നാണ്. അവിടെ 8ാം ക്ലാസ്സിൽ തുടങ്ങിയത് മുതൽ തന്നെ SFIയുടെ ഒരു പ്രവർത്തകനായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറിയും സജീവ പ്രവർത്തകനായിരുന്നു. അതുപോലെ തന്നെ ക്ലാസ് ലീഡർ ഒക്കെ ആയി. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഈ വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ സംഘടനാ പ്രവർത്തനത്തിലേക്കോ അല്ലെങ്കിൽ സാധാരണക്കാർ പറയുന്ന പോലെ രാഷ്ട്രീയത്തിലേക്കോ താല്പര്യം കാണിച്ചാൽ പിന്നെ അവൻ്റെ പഠിപ്പ് അതോടുകൂടി പോയി എന്ന് പറയാറുണ്ട്. പക്ഷെ താങ്കൾ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജേർണലിസം ഞങ്ങളുടെ ഏർപ്പാട് കൂടി പഠിച്ചു, അതോടൊപ്പം തന്നെ വക്കീലുമായി മാറി. താങ്കളുടെ ആ വിദ്യാഭ്യാസ കാലം ഒരു തിരക്കിട്ട സംഘടനാ പ്രവർത്തകനായിരിക്കെ തന്നെ വിദ്യാഭ്യാസം എങ്ങനെ കൂടെ കൊണ്ടുപോകാൻ പറ്റി? എങ്ങനെ വിജയകരമായിട്ട് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി? എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മുന്നോട്ട് വരുന്നത് ഞങ്ങളുടെ ഒരു തലമുറയിൽ നിന്നാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഉപ്പ പ്രവാസിയാണ്, കുടുംബക്കാരൊക്കെ പ്രവാസികളാണ് എന്നുള്ളതുകൊണ്ട് ഞങ്ങളൊക്കെ SSLCയോ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞാൽ നേരെ വിദേശവാസത്തിലേക്ക് പോകേണ്ട ആയിരുന്നിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു SFI സംഘടനാ രംഗത്ത് പ്രവർത്തനത്തിൽ തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് അക്കാഡമിക് മേഖലയിൽ ഇത്രയേറെ പഠിക്കാനും മുന്നോട്ട് വരാനും സാധ്യമായത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുഭവം. അല്ലെങ്കിൽ ഇതുകൊണ്ട് നന്നായി എന്നാണ്. തീർച്ചയായിട്ടും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമാണ് പഠിക്കുവാൻ ആവേശം നൽകിയത്, അതുപോലെ തന്നെ ഈ മേഖലയിൽ ഇങ്ങനെ നിൽക്കാനുള്ള ഒരു ആവേശം നൽകിയിട്ടുള്ളത്. താങ്കൾ പലപ്പോഴും ആയിട്ടുള്ള മേഖലകളിൽ വിജയിച്ച് വന്ന ഒരാളാണെന്ന് പറഞ്ഞു കേട്ടു. ലോ കോളേജിൽ താങ്കൾ പഠിക്കാൻ ചെല്ലുമ്പോൾ അവിടെ SFI വളരെ അപൂർവമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ജയിച്ചതല്ലാതെ ജയിച്ചൊരനുഭവം ഉണ്ടായിരുന്നില്ല. താങ്കളുടെ കൂടി നേതൃത്വത്തിലുള്ള ആ സംഘം ആ SFI പ്രവർത്തിച്ചപ്പോഴാണ് ആ വിജയം നേടിയത് എന്ന് പറഞ്ഞു കേട്ടു. അങ്ങനെയാണോ സംഭവിച്ചത്? എന്താണത്? ലോ കോളേജിൽ 2002 ലോ കോളേജിൽ അഡ്മിഷൻ നേടുന്നത്. ഡിഗ്രി പൊന്നാനി MES കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് പിന്നീട് ഒരു വർഷം PGക്ക് ചേർന്ന് ഏകദേശം എക്സാം എടുക്കുന്നതിന് മുമ്പായി തന്നെ LLBക്ക് അഡ്മിഷൻ കിട്ടിയിട്ടാണ് അങ്ങനെ പോകുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് ഗവൺമെൻറ് ലോ കോളേജ് കാലിക്കറ്റിൻ്റെ ഒരു ചരിത്രം തുടർച്ചയായി ഒരു 10-27 വർഷക്കാലമായി അവിടുത്തെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് അടിയന്തരാവസ്ഥക്കാലത്താണ് SFI അവസാനമായിട്ട് ഗവൺമെൻറ് ലോ കോളേജിൽ യൂണിയൻ ഭരണത്തിലേറിയത് എന്നുള്ളതാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് KSU മുന്നണിയാണ്, KSUവിൻ്റെ ഒരു അപ്രമാദിത്വമാണ്. അപ്പോൾ അത് ഞങ്ങൾ ഒരുപാട് പേർ സംഘടനാ പ്രവർത്തനത്തിൽ മുമ്പുണ്ടായിരുന്നവരൊക്കെ ഒരുമിച്ച് വന്ന സമയത്ത് ഇത് ഞങ്ങൾക്ക് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒത്തുചേർന്ന് കൂട്ടമായി തൊട്ടടുത്ത വർഷം വന്നു ചേർന്ന തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങളെല്ലാവരും ഒന്ന് ഒത്തുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് അവിടുത്തെ SFIയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി, അന്ന് ഞാനിവിടെ മലപ്പുറം SFIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, അവിടെ ഇവരുടെ പെർമിഷനൊക്കെ വാങ്ങിയിട്ട് അവിടെ നിയോഗിക്കാനുണ്ടായത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഞങ്ങളെല്ലാവരും ചേർന്ന് അതിൽ വലിയ വിജയം, ഒരു ചരിത്രപരമായ വിജയം SFIക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിന് ശേഷം 2003 യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI വിജയിച്ചതിന് ശേഷം ഇന്ന് വരെ അവിടുത്തെ യൂണിയൻ ഭരണം SFIക്ക് നഷ്ടമായിട്ടില്ല. അങ്ങനൊരു അനുഭവം കൂടിയുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, താങ്കളിപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. താങ്കൾ ജയിച്ചത് UDF ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ വിജയപ്രതീക്ഷയൊന്നുമില്ലാതെ മത്സരിച്ച് താങ്കൾ ഒരു അത്ഭുത വിജയം, അട്ടിമറി വിജയം നേടുകയാണ് എന്നും താങ്കളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞാൻ കേട്ടു. ഫൈസൽ, എങ്ങനെ അത് എവിടെ നിന്നാണ് ജയിച്ചത്? എങ്ങനെ അത് സാധിച്ചു? അവിടെ ജില്ലാ പഞ്ചായത്തിൽ പ്രതിനിധീകരിക്കുന്നത് ഈ ജില്ലയുടെ തൃശ്ശൂർ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ചങ്ങരോളം ഡിവിഷനിൽ നിന്നാണ്. ചങ്ങരോളം ഡിവിഷൻ. അപ്പോൾ ആ ഡിവിഷൻ പേരിൽ കഴിഞ്ഞ തവണയൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചിട്ടുള്ളൊരു ഡിവിഷനാണെങ്കിൽ കൂടി ഈ തെരഞ്ഞെടുപ്പിലെ ഡീലിമിറ്റേഷനിൽ UDFന് അനുകൂലമായി വിജയിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ആ ഡിവിഷൻ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ കണക്കെടുപ്പൊക്കെ വന്നപ്പോൾ 5000-ലധികം വോട്ടുകൾക്ക് UDFന് ജയിക്കാൻ കഴിയുന്ന ഒരു ഡിവിഷൻ. പ്രാഥമികമായ ബലാബല കണക്കൊക്കെ എടുക്കുമ്പോൾ ആ നിലക്ക് വളരെ ആത്മവിശ്വാസത്തോടെ UDF മുന്നോട്ട് പോയിരുന്നൊരു ഡിവിഷനാണ്. അവിടെ യഥാർത്ഥത്തിൽ നല്ല രൂപത്തിൽ ഒരു 1368 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. എല്ലാ വിഭാഗം ആളുകളും രാഷ്ട്രീയത്തിനപ്പുറത്ത് നല്ല പിന്തുണ തന്നതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു അട്ടിമറി വിജയം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഈ മലപ്പുറം മണ്ഡലത്തിൽ ജനങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും.
വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ എണ്ണം കൂടാൻ പോവുകയാണ്. എന്താണ് വോട്ട് ചോദിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ ചെല്ലുമ്പോൾ എന്താണ് ഫൈസലിന് പറയാനുള്ളത്? ഞാൻ അവരോട് പറയുന്നത് നമ്മുടെ ജനാധിപത്യ മതനിരപേക്ഷ പാരമ്പര്യത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചാണ് അവരെ ഒന്നാമതായിട്ട് ബോധ്യപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ വർഗീയതയ്ക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കാൻ, എല്ലാ തരത്തിലുമുള്ള വർഗീയതയെയും ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ്. അതിനകത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്ക് ദേശീയ രാഷ്ട്രീയം നല്ലതുപോലെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് കരുതുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണം, അതിൻ്റെ കോർപ്പറേറ്റ് വൽക്കരണം, അതോടൊപ്പം തന്നെ ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയും സ്വാതന്ത്ര്യവും എല്ലാം വല്ലാതെ വെല്ലുവിളി നേരിടുന്ന ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയ വിശദാംശമില്ലാതെ പൊതുസമൂഹത്തിനാകെ അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയത്തെ ജനങ്ങളുമായിട്ട് സംവദിക്കാൻ വേണ്ടി ആലോചിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിനകത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ ഒട്ടേറെ നന്മ നിറഞ്ഞ ഭരണ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയാൻ വേണ്ടി കഴിയുന്ന വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഇതെല്ലാം പൊതുജന സമക്ഷം അവതരിപ്പിച്ചാണ് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. താങ്കളുടെ പ്രധാനപ്പെട്ട എതിരാളികളായിട്ടുള്ള UDFകാരും ഒരു പക്ഷേ പറയുക ഇതിന് സമാനമായ ചില കാര്യങ്ങളായിരിക്കും. ഇന്ത്യ ഇന്ന് വലതുപക്ഷ തീവ്ര സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ കക്ഷി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, BJP. ഇവിടെ മത്സരിക്കുന്ന അത് UDFന് വേണ്ടി മത്സരിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇന്ത്യൻ പാർലമെൻറ്റിൽ മുഴങ്ങേണ്ടത്, BJPക്കെതിരെ മുഴങ്ങേണ്ടത് ഒരു ആവശ്യമാണ് എന്ന് അവരും പറയും. അതിനു പകരം അല്ല, മലപ്പുറത്തിന് വേണ്ടി മുഴങ്ങേണ്ടത്, അവിടെ മുഴങ്ങേണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ശബ്ദമാണ് എന്ന് പറയാൻ ലീഗുകാരനെ അപേക്ഷിച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്തുകൊണ്ട് മലപ്പുറത്തിന് എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ താങ്കൾ എന്തു മറുപടി പറയും? ഒരു വർഗീയതയെ നേരിടേണ്ടത് മറ്റൊരു വർഗീയത കൊണ്ടല്ല എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. തീർച്ചയായിട്ടും വർഗീയ രാഷ്ട്രീയത്തെ എതിരിടാൻ വേണ്ടി കഴിയേണ്ടത് ഏറ്റവും തീവ്രമായ മതനിരപേക്ഷ രാഷ്ട്രീയം കൊണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ്. അത് നിർവഹിക്കാൻ വേണ്ടി കഴിയുന്നത്, അല്ലെങ്കിൽ അതിന് നായകത്വം വഹിക്കാൻ വേണ്ടി കഴിയുന്നത് ഈ കാലത്തിനകത്ത് ഇടതുപക്ഷത്തിന് മാത്രമാണ്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളത് ഏതൊരാളും അംഗീകരിക്കുന്നതും സമ്മതിക്കുന്നതുമാണ്. അപ്പോൾ തീർച്ചയായും ഇവിടെ BJP എതിർക്കാൻ അല്ലെങ്കിൽ RSSനെ എതിർക്കാൻ മുസ്ലിം ലീഗിന് കഴിയും എന്നാണ് പ്രചരിപ്പിക്കുന്നതിൽ തെറ്റാണ് അതാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പലപ്പോഴും ഏത് കാര്യത്തിലും ഞാനതിൻ്റെ മറ്റു ഉദാഹരണങ്ങളിലേക്കോ അല്ലെങ്കിൽ സവിശേഷമായ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചോ ചൂണ്ടിക്കാണിക്കുന്നില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ അതിനകത്ത് പറയാനുണ്ടാവും. അപ്പോൾ അത്തരം ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോഴൊക്കെ ഒരു തരത്തിലുള്ള ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം എന്നുള്ളതാണ്. അണികൾ അങ്ങനെ അല്ലെങ്കിൽ കൂടി നേതൃത്വം അങ്ങനെയാണ് എന്നുള്ളതാണ് എനിക്കതിൽ കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രശ്നങ്ങൾ മതന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദുരിതങ്ങളുടെ ഭാഗമായിട്ട് മാറുന്നത്. മതന്യൂനപക്ഷങ്ങളോടൊപ്പം തന്നെ ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികളെ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടല്ലോ. ദളിതരും പിന്നോക്കക്കാരും മറ്റ് ദുർബല ജനവിഭാഗങ്ങളുമൊക്കെ എല്ലാ ദിവസവും വേട്ടയാടപ്പെടുന്ന ഒരു നാടിൻ്റെ പേരായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരം എല്ലാ വിഭാഗങ്ങളെയും, ഇവിടെ ഒരു മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം ഉൾപ്പെടെ എല്ലാ വിഭാഗം ആളുകളുള്ള എല്ലാവരും, എല്ലാ മതവിശ്വാസികളും മതവിശ്വാസത്തോടൊപ്പം മതനിരപേക്ഷത കൂടി കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം. മലപ്പുറത്തെക്കുറിച്ച് പൊതുവെ ഉള്ളൊരു ധാരണ ഇവിടെ വലിയൊരു പ്രവാസി സമൂഹത്തെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രദേശമാണെന്ന് പറയും. താങ്കൾക്കാണത് കൂടുതലായിട്ട് അറിയുക. താങ്കൾ ഇപ്പോൾ എന്നോട് പറഞ്ഞു വീട്ടിൽ താങ്കളുടെ അച്ഛൻ പ്രവാസിയാണ് എന്ന് പറഞ്ഞു, ബന്ധുക്കളിൽ പലരും പ്രവാസികളാണ് എന്ന് പറഞ്ഞു. ഇങ്ങനൊരു ബന്ധമുണ്ടായിരുന്നില്ലെങ്കിൽ പഠിപ്പ് മുഴുവനാകുന്നതിന് മുമ്പ് പ്രവാസി ആകുമായിരുന്നു എന്ന് പറഞ്ഞു. ആ പ്രവാസി സമൂഹം അവർക്ക് ചിലപ്പോൾ നേരിട്ട് വോട്ടുണ്ടായിരിക്കില്ല, എങ്കിൽ പോലും അവരുടെ ബന്ധുക്കളും ഒക്കെയാണ് വോട്ട് ചെയ്യാൻ വരുന്നത്. ഒരു പ്രവാസി കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ എന്ന നിലയ്ക്ക് അവരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. പ്രത്യേകിച്ച് ഗൾഫ് GCC മേഖലകളിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഒരു ജില്ലയാണ്. പ്രവാസികളുടെ വലിയ പ്രയാസങ്ങൾ മുമ്പൊക്കെ വല്ലാതെ ഉയർന്നു കേട്ടിരുന്നതാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ
പ്രവാസികളെ സംരക്ഷിക്കുന്ന ഏറ്റവും ക്ഷേമകരമായ ഒരു നിലപാട് സ്വീകരിച്ചു. അതിപ്പോൾ കഴിഞ്ഞ ബജറ്റ് തന്നെ കണ്ടാൽ അറിയാം. പ്രവാസികൾക്ക് ക്ഷേമ പെൻഷൻ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവരുടെ പുനരധിവാസ പാക്കേജുകൾ കാണാൻ വേണ്ടി കഴിഞ്ഞു. അവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ മുഖം തിരിച്ച് നിൽക്കുകയല്ല, അതിനെല്ലാം അഭിസംബോധന ചെയ്യുകയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രവാസികൾ വലിയ ദുരിതം, നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ അവരുടെ ആയുസ് ഒടുങ്ങും വരെ ഏറെക്കുറെ അവർ മണലാരണ്യത്തിൽ പണിയെടുക്കുന്നവരാണ്. നല്ല വരുമാനമുള്ളവരുണ്ട്, പക്ഷേ അതോടൊപ്പം തന്നെ ഏറ്റവും ചുരുങ്ങിയ ഇതിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്ന തരത്തിൽ മാത്രമുള്ള വരുമാനം ലഭിക്കുന്നവരുണ്ട്. ഇങ്ങനെ എല്ലാ വിഭാഗം പ്രവാസികളും വ്യത്യസ്തമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. അവരെയെല്ലാം അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ള ഒരു ബോധം പ്രവാസികൾക്ക് പൊതുവിൽ നമ്മുടെ ഈ ജില്ലക്കകത്തുള്ള എല്ലാ പ്രവാസികളിലും അവരുടെ മനസ്സിനകത്തുണ്ട്. അവരുടെ പ്രത്യക്ഷത്തിൽ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും ആ പ്രവാസികളുടെ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രവാസികളുടെ കാര്യം പറയുമ്പോൾ അവർക്കൊക്കെ വേണ്ടി മുഴങ്ങിക്കൊണ്ടിരുന്നൊരു ശബ്ദമായിരുന്നു നമ്മുടെ ഇവിടുത്തെ പഴയ MP ആയിരുന്ന ആ കാലത്ത് ഇപ്പോൾ മരിച്ചുപോയ അഹമ്മദ് സാഹിബ്. അദ്ദേഹം താങ്കളുടെ രാഷ്ട്രീയ എതിരാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് തന്നെ. അദ്ദേഹത്തോടുള്ള ഒരു സഹതാപം, എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരു മരണത്തിന് ശേഷം മരിച്ച ആളോട് അദ്ദേഹത്തിൻ്റെ ചേരിയോട് അനുകൂലമായ ഒരു സഹതാപം ഉണ്ട് എന്ന് സാധാരണ തെരഞ്ഞെടുപ്പ് കണക്ക് ശാസ്ത്രത്തിലൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലും ഈ മണ്ഡലത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരോട് താങ്കൾക്ക് വോട്ട് ചെയ്യേണ്ടതായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയാനുണ്ടോ? ഈ അഹമ്മദ് സാഹിബിനോട് ആർക്കെങ്കിലും സഹതാപം ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം പിന്തുണ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരിക്കും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളെല്ലാം നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒരു മരിച്ച് മണിക്കൂറുകളോളം മരണവാർത്ത പുറം ലോകത്തെ അറിയിക്കാതെ, ബന്ധുക്കളെ അറിയിക്കാതെ, മക്കളെ അറിയിക്കാതെ ഒക്കെ മൂടി വെക്കാൻ വലിയ രൂപത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇടപെടലുണ്ടായി. എന്നാൽ അതിലൊരു പ്രതിഷേധക്കുറിപ്പ് വരുത്താനോ ഒന്ന് പ്രതികരിക്കാനോ യഥാർത്ഥത്തിൽ UDF മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരോ എല്ലാം ആദ്യം തയ്യാറായത്. പകരം CPM-ൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അതുപോലെ തന്നെ യെച്ചൂരിയാണ്. ഇവരൊക്കെയാണ് ഇതിനകത്ത് കൃത്യമായൊരു നിലപാട് സ്വീകരിച്ച് അതിനകത്ത് കാണിച്ച ഏറ്റവും സീനിയറായ ഒരു പാർലമെൻറ്റേറിയനോട് കാണിച്ച അനാദരവിനെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തരത്തിലും ഈ അഹമ്മദ് സാഹിബിൻ്റെ വിയോഗത്തോട് സഹതാപം കാണിച്ചവരായിരുന്നില്ല അതിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അഹമ്മദ് സാഹിബ് ഒരു വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. താങ്കളുടെ എതിരാളികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭൂരിപക്ഷം കൂട്ടും എന്നാണ്. 2 ലക്ഷത്തിനപ്പുറം ഭൂരിപക്ഷം എന്നാണ് അവരുടെ മുദ്രാവാക്യം എന്ന് തന്നെ പറയുന്നു. എന്തു പറയാനുണ്ട്? ഞാനും പറയുന്നത് നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന് തന്നെയാണ്. 100% ആത്മവിശ്വാസത്തോടെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി വലിയ ആവേശകരമായൊരു അനുഭവം താഴെ ചെല്ലുമ്പോൾ യുവജനങ്ങളും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റ് എല്ലാ സാധാരണ ജനങ്ങളും എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി രംഗത്തിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിജയം ഇടതുപക്ഷത്തിനായിരിക്കും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ഈ മണ്ഡലത്തെക്കുറിച്ച്, ഈ മണ്ഡലത്തിലെ ജനവിഭാഗങ്ങളെക്കുറിച്ചൊക്കെ താങ്കൾക്ക് നല്ല ധാരണയുണ്ടായിരിക്കും. താങ്കൾ മനസ്സിലാക്കിയ, ഞങ്ങൾ മലപ്പുറം ജില്ലയ്ക്കോ മലപ്പുറം മണ്ഡലത്തിനോ പുറത്തുള്ളവർ മനസ്സിലാക്കാത്ത തരത്തിലുള്ള ഒരു മലപ്പുറം എന്താണ്? താങ്കൾ മനസ്സിലാക്കിയ മലപ്പുറം, ഇവിടുത്തെ ജില്ലാ നേതാവ്, DYFIയുടെ ജില്ലാ പ്രസിഡന്റ് എന്നൊക്കെ നിലയ്ക്ക് താങ്കൾ തൊട്ടറിഞ്ഞ മലപ്പുറം അതെന്താണ്? ഇവിടെ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. യഥാർത്ഥത്തിൽ പ്രവാസ മേഖലയാണ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് നമ്മുടെ ജില്ലക്കകത്ത്. അതോടൊപ്പം തന്നെ കാർഷിക മേഖല വളരെ പ്രധാനപ്പെട്ടതാണ്. മത്സ്യമേഖല, തീരദേശം ഏകദേശം 78 കിലോമീറ്റർ ദൂരത്തിൽ തീരദേശമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. അപ്പോൾ എല്ലാ വിഭാഗം ആളുകളെയും നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. ഒരു സമ്പന്നതയുടെ ഒരു മേഖലയുണ്ട്, അതോടൊപ്പം തന്നെ നല്ല ദാരിദ്ര്യത്തിൻ്റെ ഒരു മേഖലയുണ്ട്, ഇടത്തരക്കാരുണ്ട്. എല്ലാ വിഭാഗം ആളുകളും അവരുടെ ദൈനംദിന ജീവിതം കൊണ്ടുപോകുന്ന ഒരു പ്രദേശമാണ് ഈ ജില്ല എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ജനസംഖ്യ വർധനവുള്ളതുപോലെ തന്നെ യുവജനങ്ങളുടെ എണ്ണവും കൂടുതലാണ്. അപ്പോൾ പുതിയ കാലത്ത് ജീവിതവും തൊഴിലുമെല്ലാം അരക്ഷിതമാകുന്നൊരവസ്ഥയിലേക്കാണ് യുവജനങ്ങൾ മാറിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന് ശേഷം കൃത്യമായ തൊഴിൽ ലഭിക്കുന്നതിനോ സുരക്ഷിതമായ ഒരു ജീവിതം ഉണ്ടാക്കുന്നതിനോ ഒന്നും കഴിയാത്ത സ്ഥിതിയിലേക്ക് നമ്മുടെ ജില്ലയിലെ, കേരളത്തിലെ അല്ലെങ്കിൽ പൊതുവിൽ ഇന്ത്യയിലെ യുവത്വം മാറിയിട്ടുണ്ട്. അതിൻ്റെ കൂടി ഒരു പ്രതീകം തന്നെയാണ് മലപ്പുറത്തെ യുവത്വവും. അപ്പോൾ അത്തരം യുവത്വത്തെ അഭിസംബോധന ചെയ്യാനും
ഇവിടുത്തെ വിവിധങ്ങളായ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സാധാരണ മനുഷ്യരുണ്ട്. അവരുടെ എല്ലാം പ്രയാസങ്ങൾ കാണാനും കഴിയുന്ന രീതിയിലേക്കാണ് ഈ ജില്ലയുടെ ഒരു രാഷ്ട്രീയത്തെ മാറ്റേണ്ടത്. പലപ്പോഴും ഈ ജില്ല വികസന കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് പല അട്ടിമറികളിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സമയങ്ങളിലാണ് അഭിമാനകരമായ ജില്ലയുടെ വികസന നേട്ടങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുന്നത്. അത് അലീഗഡ് സർവകലാശാലയായാലും പാസ്പോർട്ട് ഓഫീസായാലും ഒക്കെ നമുക്ക് വേണ്ടി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും. പലപ്പോഴും നേരത്തെ നാം നേടിയെടുത്ത പല വികസന നേട്ടങ്ങളും UDFO അല്ലെങ്കിൽ മറ്റുള്ളവരോ പ്രതിനിധീകരിക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടമാവുന്നൊരു കാഴ്ചയും കാണാൻ വേണ്ടി കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന വിഷയങ്ങൾ. അവിടുത്തെ ഹജ്ജ് ഹൗസ് അടച്ചുപൂട്ടുന്ന അവസ്ഥ വരെ എത്തി. അങ്ങനെ നമുക്ക് ചൂണ്ടിക്കാണിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജില്ലയുടെ ഏറ്റവും സർവ്വതോന്മുഖമായ വികസനത്തിന് നേതൃത്വം കൊടുക്കാൻ ഭാവനാപൂർണ്ണമായി ഇടപെടുന്നത് ഇടതുപക്ഷമാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വിജയിച്ചു പോകുന്നവരാണ് എന്നുള്ളത് LDFൻ്റെ പ്രതിനിധികളാണ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. ഏറ്റവും അവസാനത്തെ ബജറ്റ് വരെ ഇപ്പോൾ മലപ്പുറത്തിൻ്റെ ഈ ഗതാഗത പരിഷ്കാരത്തിന് വേണ്ടി ഫ്ലൈ ഓവർ ഉൾപ്പെടെ, അതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും, അത് ഏത് ആളുകൾ ഏത് രാഷ്ട്രീയക്കാർ പ്രതിനിധീകരിക്കുന്നു എന്നുള്ള നിലക്കല്ല, എല്ലാ മണ്ഡലത്തിലും MLAമാർ ആവശ്യപ്പെടുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പദ്ധതി വിഹിതം നീക്കിവെക്കാൻ ഈ കഴിഞ്ഞ ബജറ്റിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജില്ലക്കകത്ത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ മറ്റ് ജില്ലകളേക്കാൾ ഒരു സുദീർഘമായൊരു ശൃംഖലയാണ് മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ മേഖല. ആ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാൻ ഇൻ്റർനാഷണൽ ആക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, ആശുപത്രികളുടെ നവീകരണങ്ങൾ, അതുപോലെ തന്നെ പാലങ്ങൾ, റോഡുകൾ, മേൽപ്പാലങ്ങൾ തുടങ്ങി വ്യത്യസ്തമായ മേഖലകളിൽ നല്ല ഇടപെടൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നടക്കാൻ വേണ്ടി പോകുന്നു. ഇതെല്ലാം ഈ ജില്ലക്കകത്ത് വലിയ മാറ്റങ്ങൾ, വലിയ പുരോഗതി, ജനം ആഗ്രഹിച്ച വികസന പ്രവർത്തനങ്ങൾ ഈ LDF ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് പൂർത്തിയാകുമെന്നുള്ളതാണ് കരുതുന്നത്. താങ്കളുടെ മുന്നണിയുടെ നേതാക്കളിൽ പലരും പറഞ്ഞു കഴിഞ്ഞു, താങ്കളുടെ എതിരാളികൾ ഒരുമിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ്, കോലീബി സഖ്യം ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. BJPക്കാരുടെ വോട്ട് കൂടി നേടിക്കൊണ്ടായിരിക്കും താങ്കളുടെ എതിരാളി തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുക എന്ന് പറയുന്നു, മുഖ്യ എതിരാളി. അങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പേടിയുണ്ടോ? പേടിയല്ല, അതൊരു യാഥാർത്ഥ്യമായിരിക്കുമെന്നുള്ളതാണ് കരുതുന്നത്. നേരത്തെ തന്നെ പരീക്ഷിച്ചിട്ടുള്ളതാണ്. ഈ ജില്ലയിൽ തന്നെ പലയിടങ്ങളിലുമുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഈ ഒരു സമയത്ത് കടക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് നേരത്തെ അവർ സ്വീകരിക്കുന്ന ഒരു മുന്നണി ബാന്ധവമാണത്, കോലീബി എന്ന് പറയുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞത് ജയിക്കും എന്നാണ്. ഈ കോലീബി സഖ്യം പ്രാവർത്തികമായാൽ പോലും അതിന് മുറിച്ചു കടന്ന് ജയിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ഇത്തരം ബന്ധങ്ങൾ ജനങ്ങൾ തിരിച്ചറിയും. അവിശുദ്ധ മുന്നണിയെ എല്ലാം പരാജയപ്പെടുത്തിയ ഒരു പാരമ്പര്യമാണ് കേരളത്തിലെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലൊക്കെ ജനങ്ങൾക്കുള്ളത്. അത് ജനങ്ങൾ നന്നായി തിരിച്ചറിയുമെന്ന്. ഇത് പറയുമ്പോൾ താങ്കളെക്കുറിച്ചും അല്ലെങ്കിൽ താങ്കളുടെ ചേരിയെക്കുറിച്ചും മറ്റുള്ളവർക്കും ഈ ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസം BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞത് മുഖ്യ കുഞ്ഞാലിക്കുട്ടിയും വളരെ രഹസ്യമായിട്ട് ഒരിടത്ത് വെച്ച് ഒരു വ്യാപാരിയുടെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി നിങ്ങൾ സഖ്യം ഉറപ്പിച്ചു എന്നാണ്. മറുപടി എന്തെങ്കിലും ഉണ്ടോ? തെറ്റായൊരു പ്രചരണം, ഒരു തമാശ പോലെ കേൾക്കേണ്ട ഒരു പ്രചരണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നായിരിക്കും. അപ്പോൾ എന്തായാലും താങ്കൾ വിജയപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ പ്രചാരണത്തിൻ്റെതാണ്. വോട്ടർമാരോട് മുൻപിൽ ഒറ്റ വാക്യത്തിൽ ഒരഭ്യർത്ഥന വയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് MB ഫൈസൽ അതിനുത്തരം പറയുക? എല്ലാവരുടെയും പിന്തുണയും സഹായവും, അതോടൊപ്പം തന്നെ ഈ മലപ്പുറം ജില്ലയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് പറയുന്നത്. വളരെയധികം സന്തോഷം. MB ഫൈസൽ എന്നാണ് താങ്കളുടെ പേര്. അതിനുശേഷം ഒരു MB കൂടി കൂടിച്ചേരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ആശംസകളും.